നമസ്കാരം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് +2 ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് ഫിസിക്സ്, മാത്സ് ഒക്കെ കൂടെ +2 ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓരോ സോണിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, സെൻട്രൽ സോണിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നാവിക്കും അതുപോലെ തന്നെ നാവിക് GDയും DBയിലേക്കുമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കും ജനറൽ ഡ്യൂട്ടിയിലേക്കുമായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന GD ആണ്. ജനറൽ ഡ്യൂട്ടി ആണ് എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് 10ാം ക്ലാസ്സിന് കൂടെ +2ന് കൂടെ നിങ്ങൾ മാത്സ് ആൻഡ് ഫിസിക്സ് കൂടി പഠിച്ചിരിക്കേണ്ടതാണ്. ഫിസിക്സ്, മാത്സ് കൂടെ +2 നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡൊമസ്റ്റിക് ബ്രാഞ്ച് നാവിക്കിലേക്കാണ് എങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിലേക്ക് 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. 1 സെപ്റ്റംബർ 2003 31 ഓഗസ്റ്റ് 2007 ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. 5 വയസ്സ് ഫോർ SC ST കാൻഡിഡേറ്റ്സിന്, 3 വയസ്സ് OBC കാൻഡിഡേറ്റ്സിന് റിലാക്സേഷനായിട്ട് ലഭിക്കുന്നതാണ്. നോർത്ത് സോണിലേക്കാണെങ്കിൽ URന് 25 വേക്കൻസി, EWSന് 6, OBCക്ക് 17, SCക്ക് 7, SCക്ക് 10, അങ്ങനെ 65ഓളം വേക്കൻസി ഉണ്ട്. വെസ്റ്റിലേക്ക് 53, ഈസ്റ്റിലേക്ക് 38, സൗത്തിലേക്ക് 54, സെൻട്രലിലേക്ക് 50 വേക്കൻസി. അങ്ങനെ GDയിലേക്കായിട്ട് 260ഓളം വേക്കൻസികളുണ്ട്. DBയിലേക്കാണെങ്കിൽ ടോട്ടൽ 40 വേക്കൻസിയാണ് ഉള്ളത്. നോർത്തിലേക്ക് 10, വെസ്റ്റിലേക്ക് 9, ഈസ്റ്റിലേക്ക് 5, സൗത്തിലേക്ക് 9, സെൻട്രലിലേക്ക് 7 വേക്കൻസി. അതുപോലെ തന്നെ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, സെൻട്രൽ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അതിൽ പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കേരളമാണ് എങ്കിൽ സൗത്ത് സോണിലാണ് വരിക. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ഐസ്ലാൻഡ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, കർണാടക, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളാണ് സൗത്ത് സോണിൽ വരിക. അപ്പോൾ ഇതിലേക്ക് സ്റ്റേജ് 1 ആയിട്ട് നിങ്ങൾക്ക് ആദ്യം എക്സാം ആയിരിക്കും ഉണ്ടാവും. ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബയോമെട്രിക് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആധാറൊക്കെ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോർമലൈസേഷൻ മാർക്കൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ഘട്ടങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമൊക്കെ ഉണ്ടാവുക. സ്റ്റേജ് 2 നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ്, അതായത് നിങ്ങളുടെ CBT എക്സാമിൻ്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും നിങ്ങളെ സ്റ്റേജ് 2ലേക്ക് പരിഗണിക്കുക. അതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഫിസിക്കൽ ടെസ്റ്റിൽ 1.6 കിലോമീറ്റർ നിങ്ങൾ 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 20 സ്ക്വാട്സ് അപ്പ്, 10 പുഷപ്പ് ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഒറിജിനൽ പ്രൂഫൊക്കെ അവർ വെരിഫൈ ചെയ്യുന്നതാണ്. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ 3rd സ്റ്റേജ് ആയിട്ട് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പുറത്ത് വിടുക. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11 ഫെബ്രുവരി 2025 മുതൽ 25 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോട്ടോയും സൈനൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷാ ഫീസിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. 300 രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അതായത് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപേക്ഷാ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. മറ്റ് കാൻഡിഡേറ്റ്സൊക്കെ അപേക്ഷാ ഫീസ് 300 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. സ്റ്റേജ് 1 എക്സാമിനേഷൻ ഡേറ്റ് കൂടി ഇതിൽ പറയുന്നുണ്ട്.
സ്റ്റേജ് 1 ഏപ്രിൽ 2025 സ്റ്റേജ് 2 ജൂൺ. അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ സെപ്റ്റംബർ മാസം, ഈ വർഷം സെപ്റ്റംബറിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക.